गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। നമ്മൾ പ്രശ്നോപനിഷത്തിൽ ഒന്നാമത്തെ പ്രശ്നത്തിൽ 10 മന്ത്രങ്ങളാണ് കഴിഞ്ഞത്. അവിടെ എവിടെ നിന്നാണ് ഈ പ്രജകളൊക്കെ ഉണ്ടാവുന്നത്? ഇതായിരുന്നു കബന്ധി ചോദിച്ച പ്രശ്നം. അതിന് പ്രജാകാമനായ പ്രജാപതി തപസ് ചെയ്ത് രൈപ്രാണങ്ങളെ സൃഷ്ടിച്ചു, ഉത്പാദിപ്പിച്ചു. ഇവ തനിക്ക് പ്രജകളെ സൃഷ്ടിക്കും, വിപുലീകരിക്കും എന്ന് സങ്കല്പിച്ചു. എന്തുണ്ടോ അതെല്ലാം ഈ 2 ചേർന്നതാണ്, രയ്യും പ്രാണനും. രയ് ദ്രവ്യം, പ്രാണൻ ഊർജം. എല്ലാ സൃഷ്ടികളും രയ് പ്രാണാത്മകമാണ്. ഇവിടെ ചോദ്യം പ്രജകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്. ക്രമമായി ആ ഒരു തത്വത്തെ അവതരിപ്പിക്കാൻ വേണ്ടി സംവത്സരം പ്രജാപതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രജാപതി ഉഭയാത്മകമാണ്. ഉഭയാത്മകമെന്നാൽ രയ് പ്രാണാത്മകം. രയ്യും പ്രാണനും, ദ്രവ്യവും ഊർജവും. അതെങ്ങനെ അനുസന്ധാനം ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തന്നു. സൂര്യനെ പ്രാണനായി കാണൂ, അങ്ങനെ കാണുമ്പോൾ ചന്ദ്രനെ രയ്യായി കാണണം. അതിൻ്റെ വിസ്തരണത്തിൽ സംവത്സര പ്രജാപതിയെ പറഞ്ഞു. അപ്പോൾ സംവത്സരത്തെ പ്രജാപതിയായി കാണുമ്പോൾ ഉത്തരായണത്തെ പ്രാണനായും ദക്ഷിണായനത്തെ രയ്യായും കാണണം. ഇത്രയേ ഉള്ളൂ ഉപനിഷത്തിൽ മുഖ്യമായ വിഷയം. അതായത് രയ് പ്രാണാത്മകമാണ് എന്നുള്ള വിഷയം അത്രയേ ഉള്ളൂ. പക്ഷെ അത്ര പറഞ്ഞപ്പോഴാണ് അതുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന വിഷയങ്ങൾ ഋഷി ചേർത്ത് പറയുന്നത്. അങ്ങനെയാണ് ഒരു മുഖ്യ വിഷയം പറയുമ്പോൾ അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താവുന്നത് ഓർമ്മയിൽ വന്നാൽ അപ്പം പറയുക എന്നുള്ളത് ആചാര്യൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഈ ഇഷ്ടാപൂർത്തങ്ങളെ മാത്രം ഉപാസിക്കുന്നവർ അവർ ദക്ഷിണായനത്തെ പ്രാപിക്കുന്നു. എന്നാൽ ആരാണോ തപസ്സും ബ്രഹ്മചര്യവും ശ്രദ്ധയും വിദ്യയും കൊണ്ട് തന്നെ അന്വേഷിച്ച് കഴിയുന്നത്, സത്കർമ്മങ്ങളെ ഉപാസനാനിഷ്ഠമായി വിവേകവൈരാഗ്യങ്ങളോടെ ചെയ്ത് കഴിയുന്നത്, അവർ ഉത്തരായണത്തിലൂടെ ബ്രഹ്മലോകപ്രാപ്തരാകുന്നു. അത് നിരോധമാണ്. വീണ്ടും സ്വർഗഗതി പോലെ വീണ്ടുമുള്ള ആവർത്തനം സംഭവിക്കുന്നില്ല എന്ന് ഈ വിഷയം പറഞ്ഞിട്ട് തദ്ദേശ ശ്ലോകഃ
ഈ അർത്ഥത്തിൽ ശ്ലോകമുണ്ടെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. പഞ്ചപാദം പിതരം ദ്വാദശാകൃതിം ദിവ ആഹു പരേ അർദ്ധേ പുരീഷിണം അധേമേ അന്യ ഉപരേ വിചക്ഷണം സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതി. പുരീഷിണം പുരീഷണം രണ്ട് പാഠം കാണുന്നുണ്ട്. പഞ്ചപാദം 5 പാദങ്ങളോട് കൂടിയവനെ, പിതാവിനെ, സകലത്തെയും പാലിക്കുന്നവനെ, ദ്വാദശാകൃതി 12 ആകൃതികളോട് കൂടിയവനെ, പരേ അർദ്ധേ പരമമായ അർദ്ധത്തിൽ, അർദ്ധം സ്ഥാനം, സ്ഥാനത്തിൽ എവിടെ? ദിവേ ദ്വിലോകത്തിൽ ആഹു പറയുന്നു. ഇതൊരു സങ്കല്പമാണ്. കാലസ്വരൂപൻ ഈ ഭൂമിക്കും അന്തരീക്ഷത്തിനുമൊക്കെ ഉപരിയായി ദ്വിലോകത്തിൽ പരമമായ സ്ഥാനത്തിൽ നിവസിക്കുന്നു. ആ കാലസ്വരൂപൻ സകല സമയഗതികളെയും നിർണയിക്കുന്നു. അവനെ സംബന്ധിച്ച് ഒരു സങ്കല്പമാണ് ഇവിടെ പറഞ്ഞത്, 5 പാദങ്ങളോടുകൂടിയ. അപ്പോൾ ഒരു സംവത്സരം, നമ്മൾ സംവത്സര പ്രജാപതിയെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ 2 അയനങ്ങളെന്ന് നമുക്കറിയാം. ഓരോ അയനത്തിലും 3 വീതം ഋതുക്കൾ, അങ്ങനെ 6 ഋതുക്കൾ ചേർന്ന് ഒരു സംവത്സരം. അപ്പം ഇവിടെ 6 ഋതുക്കളായിട്ട് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ഷഡര എന്ന്. ഷഡര എന്ന അടുത്ത പാദത്തിൽ പറയുന്നുണ്ട്. അധേമേ അന്യേ ഉപരേ വിചക്ഷണം സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതി എന്ന് പറയുന്നിടത്ത് 6 അരങ്ങളോട് കൂടിയതായിട്ട്, ഇവിടെയാകട്ടെ 5 പാദങ്ങളോട് കൂടിയതായിട്ട്. അപ്പോൾ 2 കൽപ്പനകളാണ്. ഒരേ കാലപ്രജാപതിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരേ സംവത്സര പ്രജാപതിയെ സംബന്ധിച്ച് 2 കൽപ്പനകളെ പറയുന്നു. ഇത് രണ്ടും വൈദികങ്ങളായ കൽപ്പനകളാണ്. ഇത് രണ്ടും തന്നെ വേദത്തിൽ, സംഹിതയിൽ പറയപ്പെട്ടതാണ്. പഞ്ചപാദം എന്ന് പറയുമ്പോൾ അവിടെ ഹേമന്തത്തെയും ശിശിരത്തെയും ചേർത്തുകൊണ്ട് പറയുന്നു. ഹേമന്തത്തെയും ശിശിരത്തെയും ഒന്നിച്ചു ചേർത്ത്, അതെങ്ങനെയാണ് 2 ഋതുക്കളെ ഒന്നിച്ചു ചേർക്കുക എന്ന് ചോദിച്ചാൽ വലിയ ലക്ഷണ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട്, വലിയ ലക്ഷണഭേദമില്ലാത്തത് കൊണ്ട് ഹേമന്ത ശിശിരങ്ങളെ ഒന്നിച്ചു ചേർത്ത് പറയുന്നു. പിന്നെ സാധാരണ പോലെ മറ്റ് 6 ഋതുക്കളിൽ 2 ചേർത്ത് പറഞ്ഞ 5 ഋതുക്കൾ. 5 ഋതുക്കൾ പാദങ്ങളായവൻ പഞ്ചപാദത്തോടു കൂടിയ, ഇപ്പം ശരിക്കും പറഞ്ഞ ഷഡ്പാദമാണ്, 6 പാദം എന്ന് പറയേണ്ടതാണ്. പക്ഷേ ഹേമന്ത ശിശിരങ്ങളെ ചേർത്തുകൊണ്ട് 1 പറഞ്ഞു. അതിനെന്താ യുക്തി എന്ന് ചോദിച്ചാൽ, ലക്ഷണഭേദം പ്രകടമായി ഇല്ലാത്തതാണ് ഈ 2 ഋതുക്കൾ. ഏറെക്കുറെ ഒരേപോലെ അങ്ങോട്ട് പോവുക. ഒരു ഋതുവിൽ നിന്ന് മറ്റൊരു ഋതുവിലേക്കുള്ള പകർച്ച പോലും ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നിരീക്ഷിക്കുന്നവർക്കറിയാം ഋതുപകർച്ച. പക്ഷേ ഈ ഹേമന്ത ശിശിരങ്ങളുടെ വ്യത്യാസം അത്ര പ്രകടമല്ല. അതുകൊണ്ട് ഈ 2 ഒന്നിച്ച് പറഞ്ഞു എന്ന് ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരും.
അങ്ങനെയാണ് പഞ്ചപാദം എന്ന് പറയുന്നത്. അപ്പോൾ സർവത്തെയും പാലിക്കുന്നവൻ ഈ കാലപ്രജാപതിയാണ്, സംവത്സര പ്രജാപതിയാണ്. നമ്മളെല്ലാം പാലിക്കുന്നത്, എല്ലാവരെയും രക്ഷിക്കുന്നത് സംവത്സര പ്രജാപതിയാണ്. അതുകൊണ്ട് പിതാവാണ്. പിതരം, പിതാവിനെ. എങ്ങനെയുള്ളവനെ? ദ്വാദശാകൃതി, 12 ആകൃതികളോടുകൂടിയവനെ. ഓരോ മാസവും ഓരോ ആകൃതി. ആ ആകൃതിക്കുള്ളിൽ പക്ഷങ്ങൾ 2, ഓരോന്നിലും 15 വീതം ദിവസങ്ങളും. അങ്ങനെയാണ് ഈ കാലചക്രം അഥവാ സംവത്സര പ്രജാപതി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാലസ്വരൂപനെ, സംവത്സര പ്രജാപതിയെ ദിവേ അർപ്പിതമാഹു, ദ്വിലോകത്തിൽ, ഈ ഭൂമിക്കും അന്തരീക്ഷത്തിനുമുപരി ദ്വിലോകത്തിൽ അർപ്പിതനാണെന്ന് പറയുന്നു. ആര് പറയുന്നു? മഹാപുരുഷന്മാർ പറയുന്നു, വിദ്വാൻമാർ പറയുന്നു. പരേ അർദ്ധേ, പരമമായ സ്ഥാനത്തിൽ, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കുമെല്ലാം അതീതമായ പരമമായ സ്ഥാനത്തിൽ ഉള്ളതായി പറയുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ അടുത്ത വാക്ക് മനസ്സിലാക്കാൻ, വ്യാഖ്യാനിക്കാൻ മെനക്കെടുന്നില്ല. അർത്ഥം മാത്രം പറയുകയാണ്. പുരീഷിണം, ജലവാനായിട്ട്, ജലവന്തം എന്നാണ് പറയുന്നത്. അപ്പോൾ സംവത്സര പ്രജാപതിയെ ജലവാനായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. ആ സങ്കല്പത്തിൻ്റെ പിന്നിൽ എന്താണ് തത്വം എന്നുള്ളത് അറിയില്ല. തുറന്നു പറയുകയാണ്, അറിയില്ല. പക്ഷേ സംവത്സര പ്രജാപതിയെ ജലം നിറഞ്ഞതായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഋതുക്കളായിട്ടും മാസങ്ങളായിട്ടും പക്ഷങ്ങളായിട്ടും ദിവസങ്ങളായിട്ടും ഒക്കെ വിഭജിച്ചു. എന്നിട്ട് പരമമായ സ്ഥാനത്തിൽ നിവസിക്കുന്നതായി പറഞ്ഞു. ഈ പരമമായ സ്ഥാനത്തിൽ നിവസിക്കുന്ന സംവത്സര പ്രജാപതിയെ പുരീഷിണം, ജലവന്തം, ജലസ്വരൂപനാണ്. ഇപ്പം നമ്മൾ സൂര്യനെ അഗ്നിസ്വരൂപനായിട്ടാണ് കാണുന്നത്. സൂര്യനെ അഗ്നിസ്വരൂപനായിട്ടാണ് കാണുന്നത്. എന്നാൽ സൂര്യൻ, ചന്ദ്രൻ എന്നിവ രണ്ടും ഏതൊരു സംവത്സര പ്രജാപതിയുടെ അംഗങ്ങളാണോ ആ സംവത്സര പ്രജാപതിയെ ജലവാനായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രവും യുക്തിയുമൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇനിയും ചിലപ്പോൾ ബഹുദൂരം മുന്നോട്ട് പോകേണ്ടി വരും. ഇപ്പം ഇന്ന് കണ്ടെത്തിയ ശാസ്ത്ര ജ്ഞാനത്തിന്, അല്ലെങ്കിൽ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ അഭ്യൂഹം ചെയ്യുന്നതോ ആയതിനനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കാൻ എന്തായാലും നമ്മൾ തയ്യാറല്ല. ഇത്രയേ പറയുന്നുള്ളൂ, നമുക്കറിയില്ല. എന്തുകൊണ്ട് ഈ കാലസ്വരൂപനെ ജലവാനായിട്ട് പറഞ്ഞു എന്നുള്ളത് ഇനിയും മുന്നോട്ട് പോയി മനസ്സിലാക്കാൻ മനുഷ്യ സമൂഹത്തിന് സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ് നമുക്കുള്ളത്. അതിൽ കൂട്ടം നമുക്കറിയില്ല. ഭാഷ്യകാരൻ ഇത്ര പറഞ്ഞു തന്നു: ജലവന്തം, ജലവാനായിട്ട്, ജലസ്വരൂപനായിട്ട്. ഇങ്ങനെയൊരു കൽപ്പന. ഇനി വേറൊന്ന് പറയുകയാണ്, അഥ, അനന്തരം, വേറെ ചിലർ, അന്യേ, വേറെ ചിലർ എന്താ പറയുന്നത്? പരേ, വേറെ ചിലർ വിചക്ഷണം, വിദ്വത്സ്വരൂപനായ, ജ്ഞപ്തിസ്വരൂപനായ, ജ്ഞാനസ്വരൂപനായ ഇതേ സംവത്സര പ്രജാപതിയെ സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതി, ആ 7 ചക്രങ്ങളോട് കൂടിയതായിട്ടും 6 ആരങ്ങളോട് കൂടിയതായിട്ടും പറയുന്നുണ്ട്. സൂര്യൻ്റെ രഥം 7 കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് പറയുന്നത്. 7 കുതിരകൾ, 7 കുതിരകൾ അങ്ങനെ വലിച്ചു കൊണ്ടുപോവുക സൂര്യൻ്റെ രഥത്തെ. 7 ചേർന്നതാണ് സൂര്യപ്രഭയും. സൂര്യപ്രഭ 7 ചേർന്നതാണ്. അത് പ്രത്യേകിച്ച് വർണ്ണരഹിതമായി നമുക്ക് അനുഭവപ്പെട്ടാലും
നമുക്കറിയാം 7 ചേർന്നതാണ് സൂര്യപ്രഭ. അതിലോരോന്നിനെയും ഈ സൂര്യൻ്റെ ഭാവത്തെ മുന്നോട്ട് നയിക്കുന്ന ഓരോരോ കുതിരയായിട്ട് സങ്കല്പിച്ചു. അതിൽ സകല രൂപങ്ങളും ഉള്ളടങ്ങി. 7 സകല രൂപങ്ങളും ഉള്ളടങ്ങി. അപ്പോൾ ശബ്ദം, രൂപം, ഇതാണ് പ്രപഞ്ചം. ശബ്ദവും രൂപവും അല്ലേ? ചിന്തിച്ചു നോക്കൂ. നാമം, രൂപം എന്ന് പറയാം. അതാണ് പ്രപഞ്ചം മുഴുവൻ. നാമം എന്നുള്ളത് ശബ്ദാധിഷ്ഠിതമാണ്. ശബ്ദം എത്രയാണ്? അതും 7. സർവ ശബ്ദവിഭാഗങ്ങളും സ്വരത്തിലാണ് പര്യവസാനിക്കുന്നത്. സ്വരം 7 തന്നെ. 7 സ്വരം ചേർന്ന് സകല ശബ്ദരാശിയും, 7 രൂപം ചേർന്ന് സകല രൂപരാശിയും. സൂക്ഷ്മമായി ചിന്തിക്കാൻ ഒരുപാട് മേഖലകളുണ്ട് ഇവിടെ. അതുകൊണ്ട് സപ്തലോകാഹ, സപ്തലോകങ്ങളാണ് ഒരു മനുഷ്യന് സാധനയിലൂടെ ക്രമികമായി ഉയരാനുള്ളത്. സപ്ത എന്ന് പറഞ്ഞു വെച്ചു. 7 തന്നെ, എല്ലാം 7 തന്നെ. ശ്രദ്ധിക്കുക. ശബ്ദം 7, രൂപം 7. ആ രൂപം 7 എന്നുള്ളതാണ് സൂര്യൻ്റെ പ്രഭ 7 എന്ന് പറയുന്നത്. വിബ്ജിയോർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കട്ടെ. പിന്നെ 6 അരങ്ങളോട് കൂടിയതാണ്. എപ്രകാരമാണ് ഒരു രഥചക്രത്തിൽ അതിൻ്റെ നേമിയിൽ നിന്ന്, മധ്യത്തിൽ നിന്ന് സംപ്രവേശിതമായി, അതായത് നല്ലതുപോലെ അങ്ങോട്ട് ചേർന്നിരിക്കുന്നതായിട്ട് അതിൽ നിന്ന് ആരങ്ങൾ പുറത്തേക്ക് ചിതറുന്നത്. എന്നിട്ട് ഈ ആരങ്ങളുടെ ചുറ്റാണ് ഒരു വൃത്താകാരത്തിലുള്ള വളയം ഉണ്ടാവുന്നത്. ആ വളയത്തിലാണ് ചക്രം കറങ്ങുന്നത്. ഇതുപോലെ സംവത്സര പ്രജാപതിക്ക് 6 അരങ്ങളാണ്, ഓരോന്നും ഓരോ ഋതു. ഇങ്ങനെ പറയുന്ന സംഹിതാ മന്ത്രത്തെ ഇവിടെ ഉദ്ധരിച്ചു. അങ്ങനെ ഈ കാലചക്രം ഇങ്ങനെ ഈ ചക്രം വഴിക്ക് മുന്നോട്ട് കറങ്ങുക. ആ കറക്കത്തിൽ 2 അയനം മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഉത്തര ദക്ഷിണ, ഉത്തര ദക്ഷിണ, ഉത്തര ദക്ഷിണ. അങ്ങനെ മുന്നോട്ട് പോകും. ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെ ഇവിടെ സാന്ദർഭികമായി പറഞ്ഞ വിഷയമാണ്. മുഖ്യമായി നമുക്ക് ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. സംവത്സരത്തെ നാം പ്രജാപതിയായി എടുക്കുകയാണെങ്കിൽ ഉത്തരായണം പ്രാണനും ദക്ഷിണായനം രയ്യുമാകുന്നു. രണ്ടും ചേർന്നാൽ സംവത്സര പ്രജാപതി. ശരി, സംവത്സര പ്രജാപതിയിൽ നിന്ന് അടുത്ത പ്രജാപതിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത പ്രജാപതി ആരാ? അയനത്തിന് പ്രത്യേക ലക്ഷണമില്ല, ഋതുവിന് പ്രത്യേക ലക്ഷണമില്ല. അതായത് ഉഭയാത്മകത്വം എന്നുള്ളതാണ് പ്രത്യേക ലക്ഷണം. ഇനി ഉഭയാത്മകത്വം നമ്മൾ കാണുന്നത് മാസത്തിലാണ്. മാസത്തിൽ ഉഭയാത്മകത്വമുണ്ട്. ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും, ചന്ദ്രവൃദ്ധിപക്ഷം, ചന്ദ്രക്ഷയപക്ഷം. അതുകൊണ്ട് പറയുന്നു മാസോ വൈ പ്രജാപതി തസ്യ കൃഷ്ണപക്ഷ ഏവ രൈഃ ശുക്ലപ്രാണഃ തസ്മാദേത ഋഷയ ശുക്ല ഇഷ്ടം കുർവന്തി ഇതരസ്മിൻ. മാസോ വൈ പ്രജാപതി തസ്യ കൃഷ്ണപക്ഷ ഏവ രൈഃ ശുക്ലപ്രാണഃ തസ്മാദേതേ ഋഷയ ശുക്ല ഇഷ്ടം കുർവന്തി ഇതരസ്മിൻ. ഇവിടെ ഛേദിച്ച് പറയാം. ഛേദിച്ച് പറഞ്ഞാൽ പിന്നെ വായിക്കുമ്പോൾ തെറ്റില്ല. മാസഃ വൈ പ്രജാപതിഃ തസ്യ കൃഷ്ണപക്ഷഃ ഏവ രൈഃ ശുക്ലഃ പ്രാണഃ തസ്മാത് ഏതേ ഋഷയഃ ശുക്ലേ ഇഷ്ടം കുർവന്തി.
ഇതരഃ ഇതരസ്മിൻ. ഇനി ഋഷയഃ നമ്മൾ ബഹുവചനം പറഞ്ഞതുകൊണ്ട് താഴെ ഛേദിക്കുമ്പോൾ ഇതരേ എന്നും ഛേദിക്കാം, എന്നാലും തെറ്റില്ല. ഇതരേ ഇതരസ്മിൻ എന്ന്. മാസഃ വൈ പ്രജാപതി. മാസം പ്രജാപതിയാണ്. മാസം പ്രജാപതിയാണ്. പ്രജാപതി സങ്കല്പം പഠിച്ചു വെക്കണേ, അല്ലെങ്കിൽ കുഴപ്പമാണ്. മലയാളത്തിൽ വളരെ അധികം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പ്രജാപതി എന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല. ആരാണ് പ്രജാപതി? പ്രജാപതി ചോദ്യം ഉത്തരമൊക്കെ സ്വയം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും ആ പുസ്തകം. ഇല്ലാച്ച മഹാഭാഗ്യം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതിൽ സമർത്ഥിക്കുന്നത് മരത്തിൽ കുരിശിൽ അടിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന ആളാണ് പ്രജാപതി എന്നുള്ളതാണ്. വേദത്തിൽ പറഞ്ഞ പ്രജാപതി യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ശുദ്ധ വേദ മതമാണ് നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ ഞങ്ങളിലേക്ക് വരൂ എന്നാണ്. ഒന്നും രണ്ടും പുസ്തകങ്ങളല്ല, ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടം പോലെ. കണ്ടില്ല വെച്ചാൽ മഹാഭാഗ്യം ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ പ്രജാപതിയുടെ സങ്കല്പം പറയുന്നു. ഉഭയാത്മകമാണ് പ്രജാപതി. ഉഭയാത്മകം എന്ന് പറഞ്ഞാൽ രയി പ്രാണാത്മകം. അതാണ് പ്രജാപതിയുടെ ലക്ഷണം. ശരി, ഇവിടെ മാസം പ്രജാപതിയാണ്. അപ്പോൾ മാസത്തെ പ്രജാപതിയായി എടുക്കുമ്പോൾ തസ്യ കൃഷ്ണപക്ഷ എവരൈഹി, എളുപ്പമാണ്. കൃഷ്ണപക്ഷം, ചന്ദ്രക്ഷയപക്ഷം. ഏത് പക്ഷത്തിലാണോ ചന്ദ്രൻ ക്ഷയിച്ചുകൊണ്ട് വരുന്നത് അത് കൃഷ്ണപക്ഷം, അത് രയിയാണെന്നറിയൂ. ചന്ദ്രവൃദ്ധിപക്ഷം, ശുക്ലപക്ഷം, പ്രാണഃ, പ്രകാശഭാവം പ്രാണൻ. ഇതേ പറയണ്ടു ഇവിടെ. ഇതാണ് ഇവിടെ പറയേണ്ടത്. ഇത്ര പറഞ്ഞാൽ നമ്മളെ വിഷയമായി. പക്ഷെ അപ്പോൾ ഋഷിക്കൊന്ന് ഓർമ്മ വന്നു. എന്നാൽ വേറൊന്നും കൂടി പറഞ്ഞാലേ ഇതൊരു ബന്ധമുള്ളത്. എന്താണത്? തസ്മാത്, അതുകൊണ്ട് ഏതീ ഋഷയ, ഈ ഋഷിമാരുണ്ടല്ലോ, ശുക്ലേ ഇഷ്ടം കുറുവന്തി, ശുക്ലത്തിൽ ഇഷ്ടത്തെ ചെയ്യുന്നു, ഇതരസ്മിൻ, മറ്റുള്ളവർ മറ്റതിലും. എന്ന് വെച്ചാൽ അർത്ഥം, ഈ ഋഷിമാർ യാവരാണോ മാസത്തെ പ്രജാപതിയായി അറിയുന്നവർ, മാസത്തെ പ്രജാപതിയായി അറിയുന്നവർക്കറിയാം എന്ത്? ശുക്ലപക്ഷം പ്രാണനാണെന്ന്. മാസത്തെ മാസമായി അറിയുന്നവർക്ക് അറിയില്ല അതിൽ ഏതാണ് പ്രാണൻ, ഏതാണ് രയിന്ന്. അവർക്കൊന്നേ അറിയുള്ളൂ, മാസം. മാസത്തിൽ രണ്ട് പക്ഷം, ഒന്ന് ശുക്ലപക്ഷവും ഒന്ന് കൃഷ്ണപക്ഷവും, അത്രയേ സാധാരണ അറിയുള്ളൂ. എന്നാൽ ഈ ഋഷിമാർക്ക്, ഏത് ഋഷിമാർക്ക്? മാസം പ്രജാപതിയാണെന്നറിയുന്ന ഋഷിമാർക്ക് അറിയാം ശുക്ലപക്ഷം പ്രാണനാണെന്ന്. ആ അറിവോടുകൂടിയ ഋഷിമാർ ശുക്ലേ ഇഷ്ടം കുർവന്തി, അവർ വേദോക്തങ്ങളായ യാഗങ്ങളെ ശുക്ലപക്ഷത്തിൽ ചെയ്യുന്നു. ഭാഷ്യകാരൻ പറയുകയാണ്, അവരേത് പക്ഷത്ത് ചെയ്താലും അവർ ശുക്ലപക്ഷത്തിലാണ് ചെയ്യുന്നത്. അവർ ശുക്ലത്തിൽ ചെയ്താലും ശുക്ലത്തിലാണ്, കൃഷ്ണത്തിൽ ചെയ്താലും ശുക്ലത്തിലാണ്. എന്തുകൊണ്ട്? പ്രാണാത്മദർശി എപ്പോഴും പ്രകാശഭാവത്തിലാണ്. ചിന്തിക്കുക. സാധാരണ നമ്മൾ ലൗകികമായ തലത്തിൽ പല കർമ്മങ്ങളും ചെയ്യുമ്പോൾ സമയം നോക്കാറുണ്ട്. നല്ല സമയം, ചീത്ത സമയം. നോക്കൂ, എപ്പോഴും ഈശ്വരൻ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ചീത്ത സമയമുണ്ടോ? അറിയില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ അയക്കേതാ ചീത്ത സമയം? അതുകൊണ്ട് അയാൾ സമയം നോക്കില്ല. അയാൾ അതിഥിയാണ്, തിഥി അതിക്രമിച്ചവനാണ്. അവന് പുണ്യ ദിവസവും പാപ ദിവസവും ഒന്നുമില്ല. അവന് പ്രത്യേകിച്ച് ഹോളിഡേ ഇല്ല. എല്ലാ ദിവസവും ഹോളിഡേ തന്നെ. അല്ലാത്തൊരു ദിവസം നോക്കും. ദിവസം മാത്രമല്ല, പിന്നെ സമയവും നോക്കും. എന്ത് കാലമാണ്? അക്കാലം, ഇക്കാലം, പല കാലങ്ങളുണ്ട്. ഇതൊക്കെ കാലമെന്നറിയില്ല. പല കാലങ്ങൾ നോക്കും. എന്നിട്ടൊക്കെയാണ് ചെയ്യുക. നല്ലത് തന്നെ നോക്കി ചെയ്തോളൂ. നോക്കണവർ നോക്കണം.
നോക്കാത്തവർക്ക് നോക്കണ്ട, അത്രയേ ഉള്ളൂ. നോക്കണോ സ്വാമി? പിന്നെ നിർബന്ധമാണ്. എന്തുകൊണ്ട്? നിനക്ക് സംശയം വന്നുകൊണ്ട്. നോക്കണ്ടല്ലോ, എനിക്കറിയില്ലേ. നോക്കണില്ല, സന്തോഷം, വെട്ടുക്കാൻ. അതിനൊരു സംശയമില്ല. അവനെ സംബന്ധിച്ച് ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു ഉള്ളിൽ. ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഇരുട്ടവിടെ. ചിന്തിക്കുക. അതുകൊണ്ട് പ്രാണാത്മദർശികളായ ഋഷികൾ അവർ ശുക്ലപക്ഷത്ത് ചെയ്താലും ശരി, കൃഷ്ണപക്ഷത്ത് ചെയ്താലും ശരി, അവർ ശുക്ലത്തിലാണ് ചെയ്യുന്നത്. എന്നാൽ ഇതരെ മറ്റുള്ളവർ എന്ന് വെച്ചാൽ മാസത്തെ മാസമായി കാണുന്നവർ, മാസത്തെ പ്രജാപതിയായിട്ട് രൈപ്രാണാത്മകമായിട്ട് കാണാത്തവർ ഏത് ചെയ്താലും കൃഷ്ണത്തിൽ തന്നെയാണ്. അവർ നല്ല സമയമൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുക, പക്ഷെ ഒക്കെ അബദ്ധമാവും. സമയമൊക്കെ നല്ലത് നോക്കി, ഏറ്റവും ഉത്തമ സമയം, ഏറ്റവും ഉത്തമ മുഹൂർത്തം, ഏറ്റവും ഉത്തമ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുക, പക്ഷേ ഫലമൊക്കെ ഇരുട്ട് തന്നെ. ഇവിടെ ആനുഷംഗികമായി സാന്ദർഭികമായി പ്രാണാത്മദർശനത്തെ സ്തുതിച്ചു. വ്യക്തമാണല്ലോ പറഞ്ഞത്. എന്നാൽ പ്രശ്നോപനിഷത്തിന്റെ മുഖ്യ വിഷയം ഇതല്ല. മുഖ്യ വിഷയം ആദ്യം പറഞ്ഞു, മാസോ വൈ പ്രജാപതി തസ്യ കൃഷ്ണപക്ഷേ വരൈഹി ശുക്ലഃ പ്രാണഃ. കഴിഞ്ഞു. അതേ ഉള്ളൂ നമുക്ക് ആദ്യം പറഞ്ഞ വിഷയത്തിൻ്റെ ധാരയിൽ വരുന്നത്. ആനുഷംഗികമായ വിഷയമാണ് രണ്ടാമത് പറഞ്ഞത്. അത് ഇങ്ങനെ മാസത്തെ പ്രജാപതിയായി കാണുന്ന ആള് ശുക്ലപക്ഷത്തെ പ്രാണനായിട്ട് അറിയുന്നു. അങ്ങനെ പ്രാണാത്മദർശി എപ്പോൾ ചെയ്താലും അവൻ പ്രാണൻ തന്നെയാണ്, പ്രാണസ്വരൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഋഷിമാർ, പ്രജാപതിത്വം മാസത്തിൽ കാണുന്ന ഋഷിമാർ ശുക്ലത്തിൽ ചെയ്യുന്നു എപ്പോൾ ചെയ്താലും. ശ്രദ്ധിക്കുക. അല്ലാത്ത ആൾ ഇതരസ്മിൻ, അല്ലാത്തൊരു ഇതരസ്മിൻ ച കൃഷ്ണത്തിൽ ചെയ്യുന്നു. അന്ധകാര ലക്ഷണമായ ദക്ഷിണായന ലക്ഷണമായ കൃഷ്ണത്തിലാണ് അവർ ചെയ്യുന്നത്. ചിന്തിക്കുക. ഇത് ആ പ്രാണദർശനത്തിലേക്ക് നമ്മളെ ആകർഷിക്കുകയാണ്, അതിൻ്റെ മഹത്വം സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. ശരി, അത് കഴിഞ്ഞു. അടുത്ത പ്രജാപതി ലക്ഷണം എവിടെയാണുള്ളത്? ആഴ്ചയിലില്ല, ദിവസത്തിൽ പ്രജാപതി ലക്ഷണമുണ്ട്. പകലും രാത്രിയും. അതാണ് പറഞ്ഞത്, ദിവസം പ്രജാപതിയാണ്. അഹോരാത്രോ വൈ പ്രജാപതി തസ്യ അഹരേവ പ്രാണോ രാത്രിരേവരൈഹി പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തെ ബ്രഹ്മചര്യമേവ തദ് യദ്രാത്രൗ രത്യാ സംയുജ്യന്തെ. അഹോരാത്രോ വൈ പ്രജാപതി തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഹി പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തെ ബ്രഹ്മചര്യമേവ തദ് യദ്രാത്രൗ രത്യാ സംയുജ്യന്തെ. അഹോരാത്രോ വൈ പ്രജാപതി. അഹോരാത്രം. എന്താ അഹോരാത്രം? അഹസ്സും രാത്രവും ചേർന്നത് ദിവസം. അഹോരാത്രോ വൈ പ്രജാപതി, പകലും രാത്രിയും ചേർന്നത് ദിവസം. ദിവസം പ്രജാപതിയാണ്. ഇപ്പോൾ സംവത്സര പ്രജാപതി, മാസപ്രജാപതി, ദിവസ പ്രജാപതി. അങ്ങനെ 3 പ്രജാപതിമാരാ കാലത്തിലുള്ളത്. ഇനിയില്ല, എനിക്ക് കീഴ്പ്പെട്ടില്ല. ദിവസത്തിനേക്കാൾ ചെറിയ പ്രജാപതി ഇല്ല, നമുക്കറിയില്ല. കാരണം ഈ ഉഭയാത്മകത്വം അവിടെ ഇല്ല. സൂര്യനിലേക്ക് നിരീക്ഷിച്ചിട്ട് സൂര്യൻ്റെ രശ്മിയിൽ പോലും ഉഭയാത്മകത്വം കാണുന്ന വിദ്വാൻമാരുണ്ട്.
അത് ശ്രദ്ധിക്കുക. സൂര്യരശ്മി പ്രാണൻ മാത്രമാണ്, പ്രാണനും രയ്യുമല്ല. എന്നാൽ സൂര്യരശ്മിയിലേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ സൂര്യനിലേക്ക് നോക്കിയിട്ട് ഒരു പ്രകാശഭാവവും ഒരു അന്ധകാരഭാവവും, ഒരു പ്രകാശഭാവവും അന്ധകാരഭാവവും എന്ന് തിരിച്ചറിയുന്ന മഹാത്മാക്കളുണ്ട്. അവർ കേവല പ്രകാശരശ്മിയിൽ പോലും ഉഭയാത്മകത്വം കാണും. അങ്ങോട്ടും നമ്മളിപ്പോൾ അത്ര വിസ്തരിച്ച് പോണ്ട, അവിടെ ഇരിക്കട്ടെ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് പ്രകാശത്തിൻ്റെ ഗതിയെക്കുറിച്ച് ഒക്കെ ആലോചന വേണ്ടി വരും. അപ്പോൾ പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം എന്നുള്ളത് മാറിയിട്ട് പാച്ചായിട്ട് വരുന്നു എന്നുള്ള ആ സിദ്ധാന്തത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. വളരെ വളരെ എന്താ പറയുക, ഗൂഢമാകും. അത്രയ്ക്കൊന്നും അങ്ങോട്ട് ഇപ്പം എന്തായാലും പോകണ്ട. അവിടെ രശ്മി എന്നുള്ളത് മാറിയിട്ട് ഒരു പ്രകാശകണിക, പിന്നെ ഒരു ബ്ലാങ്ക്, പിന്നെ ഒരു പ്രകാശകണിക, പിന്നെ ഒരു ബ്ലാങ്ക്, അങ്ങനെ 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 കാണേണ്ടി വരും ഈ പ്രാണാത്മകമായി കാണുമ്പോൾ. പക്ഷേ അങ്ങനെ പറഞ്ഞു തരുന്ന ആചാര്യന്മാരുണ്ടെന്നറിയുക. അതിരിക്കട്ടെ. ഇവിടെ നമുക്ക് ഇവിടത്തേക്ക് വരാം. ദിവസം പ്രജാപതിയാണ്. പ്രജാപതിയാണെങ്കിൽ ആരാ? പ്രാണൻ. തസ്യഹരേവ പ്രാണഃ. എളുപ്പം മനസ്സിലാക്കാം. പ്രകാശരൂപമായത് പകലാണ്, പകൽ പ്രാണനാണ്. രാത്രി രേവ രൈഹി. അപ്പം ചന്ദ്രഭാവം രാത്രിയാണ് രൈ. അവിടെ പ്രാണനായിട്ട് പകലിനെ മനസ്സിലാക്കുന്നു, ദ്രവ്യമായിട്ട് രാത്രിയെ മനസ്സിലാക്കുന്നു. ഇതാണ് ഇവിടുത്തെ മുഖ്യ വിഷയം. ഇപ്പം മുഖ്യ വിഷയം പറഞ്ഞപ്പോൾ ഉടനെ ആനുഷംഗികമായിട്ട് ഓർമ്മ വന്നൊരു സാന്ദർഭികമായൊരു വിഷയം പറയുന്നു. പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി. ഏതേ ഇവരുണ്ടല്ലോ, വൈ നിശ്ചയമായിട്ടും, യാതൊരു സംശയവുമില്ല, ഇവർ നിശ്ചയമായിട്ടും പ്രാണം പ്രസ്കന്ദന്തി, പ്രാണനെ, ഊർജത്തെ നശിപ്പിക്കുന്നു. ഇവർ ഊർജത്തെയാണ് നശിപ്പിക്കുന്നത്, അവനവൻ്റെ ചൈതന്യത്തെയാണ് നശിപ്പിക്കുന്നത്. ആര്? യാവരാണോ ദിവാ പകൽ സമയത്ത് രത്യാ സംയോജ്യന്തേ, രതിക്രീഡ ചെയ്യുന്നത്. ആര് പകൽ സമയത്ത് രതികാരണഭൂതയാ സ്ത്രീയാ സഹ എന്ന് ഭാഷ്യകാരൻ പറയും. രതികാരണഭൂതയായ സ്ത്രീയോടുകൂടെ രമിക്കുന്നത് പകൽ സമയത്ത്. പകൽ സമയത്ത് സ്ത്രീ പുരുഷ സമാഗമം ചെയ്യുന്നത് യാവരാണോ, അങ്ങനെയുള്ളവർ അവരുടെ സ്വയം പ്രാണനെ, ചൈതന്യത്തെ, ഊർജത്തെ നശിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ എന്ന് ഉപദേശം. പകൽ ലൈംഗിക ചേഷ്ടയിൽ ഏർപ്പെടരുതേ എന്ന് ഉപദേശം. ബ്രഹ്മചര്യമേവ തത്, അത് ബ്രഹ്മചര്യം തന്നെയാകട്ടോ. യാതൊന്ന് രാത്രൗരത്യാ സംയോജ്യന്തേ, രാത്രിയിൽ രതിയോട് ചേരുന്നത് ബ്രഹ്മചര്യമാണ്. രാത്രികാലത്ത് സ്ത്രീ പുരുഷ സമാഗമം ചെയ്യുന്നത് തത് ബ്രഹ്മചര്യമേവ, അത് ബ്രഹ്മചര്യം തന്നെയാണ്. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ വളരെ സ്പഷ്ടമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധാരണയ്ക്കിട വരുത്തും. രാത്രികാലത്ത് സ്ത്രീ പുരുഷ സമാഗമം ചെയ്യുന്നത് ബ്രഹ്മചര്യമാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ബ്രഹ്മചാരിയാണ്, എന്നാൽ പിന്നെ രാത്രി ഏതെങ്കിലും സ്ത്രീയോട് കൂടി രമിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചര്യമാണെന്ന് ധരിച്ചാലോ? എന്നൊരു ബ്രഹ്മചാരിക്ക് തോന്നാം. അപ്പം പറയണം അതില്ല, അവിടെ അത് ഗൃഹസ്ഥാനമേവ, അത് ഗൃഹസ്ഥന്മാർക്ക് മാത്രമുള്ളതാണ്. 2, അതും എല്ലായ്പ്പോഴും ഇല്ല. ഋതുസ്നാന അനന്തരം സാഭിലാഷയായി പ്രാപിക്കുന്ന പത്നിയെ സംബന്ധിച്ചാകുന്നു ഈ പറയുന്നത്. ഋതുസ്നാനാനന്തരം സാഭിലാഷയായി പ്രാപിക്കുന്ന പത്നിയെ സംബന്ധിച്ചാകുന്നു ഈ പറയുന്നത് എന്ന്. ഇപ്പോൾ സാഭിലാഷ എന്ന പ്രയോഗം നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഓവുലേഷനുമായി ബന്ധപ്പെട്ടതാണ്, അണ്ടവിസർജനവുമായി ബന്ധപ്പെട്ടതാണ് സാഭിലാഷത്വം. പൊതുവേ സ്ത്രീകളിൽ, പൊതുവേ എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് എല്ലാവരെ സംബന്ധിച്ചൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എപ്പോഴും സാഭിലാഷത്വം വരാം, അത് വേറെ വിഷയം. പക്ഷെ സ്ത്രീ ശരീരഘടന നമ്മൾ പഠിക്കുന്ന സമയത്ത് സാഭിലാഷത്വം ഏറെ പറയേണ്ടത് സ്ത്രീയുടെ പ്രതിമാസമുള്ള അണ്ടവിസർജനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ
അപ്പം സാഭിലാഷയായി ഋതുസ്നാനാനന്തരം വരുന്ന പത്നിയെ രാത്രികാലത്ത് പ്രാപിക്കുന്നത് പുരുഷനെ സംബന്ധിച്ച്, പതിയെ സംബന്ധിച്ച് ബ്രഹ്മചര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ സന്താനോൽപാദന സാധ്യത വന്നു. അങ്ങനെ സന്താനോൽപാദന സാധ്യത വന്ന് ഗർഭചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം പാലിച്ചോളണമെന്ന നിയമമുണ്ട്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ധാരാളം സന്താനങ്ങൾ നമുക്കുണ്ടാവണം എന്നാണ് ഋഷിമാർ സങ്കല്പിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇത് ബ്രഹ്മചര്യമാണെന്ന് സ്തുതിക്കേണ്ട ആവശ്യമില്ല. ഭാഷ്യകാരൻ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് ഗൃഹസ്ഥന്മാരുടെ സന്താനോൽപാദനാർത്ഥമുള്ള ഒരു വിധിയാണെന്ന്. ഇനി ചിലരെങ്കിലും ഇത് ചിദാനന്ദപുരസ്വാമി അതിവ്യാഖ്യാനം ചെയ്തില്ലേ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. ചിലരെങ്കിലും, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, ഒരു അതിവ്യാഖ്യാനവും ചെയ്തിട്ടില്ല. ഇത് സ്മൃതിക്കനുസരിച്ചാണ് പറഞ്ഞത്. അതായത് ശ്രുതിയുടെ വ്യാഖ്യാനപരമായ സ്മൃതി എടുത്തിട്ടാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് സ്മൃതി വ്യാഖ്യാനപരമായിട്ടാണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സ്മൃതികളിൽ നമുക്ക് 3 പാതകങ്ങളാണുള്ളത്. അതിപാതകങ്ങൾ, മഹാപാതകങ്ങൾ, ഉപപാതകങ്ങൾ. അതിപാതകങ്ങൾക്ക് എന്താ ശിക്ഷ എന്ന് ചോദിച്ചാൽ പറയേണ്ടതില്ല, വധശിക്ഷ മാത്രമേ ഉള്ളൂ. അതിപാതകങ്ങൾക്ക് വേറെ ശിക്ഷയൊന്നുമില്ല, നാടുകടത്തലൊന്നും പോരാ, വധശിക്ഷ തന്നെയാണ്. മഹാപാതകങ്ങൾക്ക് വധശിക്ഷയുണ്ട്, ജയിലുണ്ട്, നാടുകടത്തലുണ്ട്, പലതരം ഉണ്ട്. പലതരം മഹാപാതകം. ആ പാതകം ഏതാച്ചാൽ അതിനനുസരിച്ചാണ് ശിക്ഷ. ഉപപാതകത്തിന് ഇത് രണ്ടും നിശ്ചയിക്കേണ്ടത് ന്യായാധിപന്മാരാണ്. രാജാവോ രാജാവിനാൽ നിയോഗിക്കപ്പെടുന്ന ന്യായാധിപന്മാരോ ആണ്. എന്നാൽ ഉപപാതകങ്ങൾക്ക് സ്വയം പ്രായശ്ചിത്തം ചെയ്താൽ മതി. അതിനൊരു പുറത്ത് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഒരു ഉപപാതകം സംഭവിച്ചു പോയാൽ ആരോടും പറയേണ്ട ആവശ്യമില്ല, സ്വയം പ്രായശ്ചിത്തം ചെയ്താൽ മതി. അങ്ങനെയുള്ളതാണ് ഉപപാതകങ്ങൾ. അങ്ങനത്തെ ഉപപാതകങ്ങളിൽ ഒന്നാണ് ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഋതുസ്നാനാനന്തരം സാഭിലാഷയായി വരുന്ന പത്നിയെ പ്രാപിക്കാതിരിക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ച്, പതിയെ സംബന്ധിച്ച് ഉപപാതകമാണ്. ഇതുകൂടി മനസ്സിൽ വെച്ചിട്ടാണ് നേരത്തെ വ്യാഖ്യാനിച്ചത്, അല്ലാതെ അതിവ്യാഖ്യാനമല്ല. ഇത്രയും പറഞ്ഞാൽ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിക്കോളും. ധാരാളം സന്താനങ്ങൾ നമുക്കുണ്ടാവണമെന്നാണ് ഋഷിമാർ സങ്കല്പിച്ചിരുന്നത്. കാരണം ഈ പറഞ്ഞ സാഭിലാഷ എന്നുള്ളത് ശരീരശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി, ഓവുലോഷനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സന്താനോൽപാദന ശേഷിയുള്ളവരാണെങ്കിൽ സന്താനം ഉണ്ടാവും. അങ്ങനെ സന്താനോൽപാദന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചര്യം പാലിച്ച് കഴിയണം. ഇത്രയും ചിന്തിക്കുക. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പ്രത്യേകിച്ചെടുത്ത് പറയും, ആരും തന്നെ സ്വയം മൂഢന്മാരായി, മൂഢാഹ എന്നാണ് പറയണത്, മൂഢന്മാരായിട്ട് പകൽ സമയത്ത് രതിക്രീഡകളിൽ ഏർപ്പെടരുതേ. അത് സ്വയം വീര്യം നശിപ്പിക്കലാണ് എന്ന്. അങ്ങനെ സംവത്സര പ്രജാപതി, മാസപ്രജാപതി, ദിവസപ്രജാപതി. ദിവസപ്രജാപതിയിലൂടെ അടുത്ത പ്രജാപതിയിലേക്ക് എത്തുന്നു. അതെന്താ? കാലല്ല. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ തസ്മാദിമാ പ്രജാ പ്രജായന്ത ഇതി. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ തസ്മാദ് ഇമാ പ്രജാ പ്രജായന്ത ഇതി. അന്നം വൈ പ്രജാപതി. അടുത്ത പ്രജാപതി അന്നപ്രജാപതി. അന്നം പ്രജാപതിയാണേ, മറക്കരുതേ. അന്നത്തെ നിന്ദിക്കരുതേ, ഒരിക്കലും അന്നത്തെ നിന്ദിക്കരുത്. നമ്മൾ ഓരോരുത്തരും എത്ര അന്നമാണ് വെറുതെ അയ്യോ നിന്ദിക്കണത്. പല ജാതി നിന്ദിക്കണവരുണ്ട് അന്നത്തെ. അന്നംന നിന്ദിയാത് തത് വ്രതം. അന്നത്തെ നിന്ദിക്കരുത്, അത് വ്രതമാണെന്ന് പറയുന്നുണ്ട്. തൈത്തിരീയത്തിൽ വിശദീകരിച്ച് പഠിക്കാനുണ്ടത്. അപ്പോൾ അന്നം വൈ പ്രജാപതി, അന്നം പ്രജാപതിയാണ്. അവിടെയുണ്ട് ഉഭയാത്മകത്വം. അന്നത്തിലുണ്ടൊരു ദ്രവ്യാത്മകമായ ഭാവം, പ്രാണാത്മകമായ ഭാവം.
വെറും ദ്രവ്യം മാത്രമാണെങ്കിൽ അത് അന്നമാവില്ല. അതെ, വെറും പ്രാണൻ മാത്രമാണെച്ചാലും അന്നാവില്ല. ഈ രണ്ടും ചേർന്നതാണ് അന്നം. ദ്രവ്യാത്മകത്വവും പ്രാണാത്മകത്വവും, അതായത് ദ്രവ്യഭാവവും ഊർജഭാവവും രണ്ടും ചേർന്നതാണ് അന്നം. അപ്പോൾ അന്നം പ്രജാപതിയാണ്. അന്നം വൈ പ്രജാപതി. അതിൽ പ്രത്യേകിച്ച് രയ്യയും പ്രാണനെയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അന്നം പ്രജാപതിയാന്ന് പറഞ്ഞാൽ മതി. അതിൽ നമ്മൾ കഴിക്കുന്നത് എന്താണ്? കഴിക്കുന്ന സ്ഥൂലാംശം എന്ന് പറഞ്ഞാൽ രയ്യാണ്. പക്ഷേ രയ് എന്ന് പറഞ്ഞാൽ അകത്ത് ചെല്ലുമ്പോൾ കൂട്ടത്തിൽ പ്രാണനുണ്ട്. അതുകൊണ്ടാണ് അന്നം കൊണ്ട് ശക്തി ഉണ്ടാവണേ. അങ്ങനെ അന്നത്തിലെ പ്രാണൻ നമ്മുടെ ശരീരത്തിലെ പ്രാണനെ പുഷ്ടിപ്പെടുത്തി. അന്നത്തിലെ രയ് നമ്മുടെ ദേഹത്തിലെ രയ്യെ പുഷ്ടിപ്പെടുത്തി. ഈ രണ്ടംശവും. എന്നിട്ടോ തതോഹ വൈ തദ്രേതഃ, അതിൽ നിന്നാകുന്നു നിശ്ചയമായും രേതസ് ഉണ്ടാകുന്നത്. രേതസ് പുരുഷ ബീജം. അന്നത്തിൽ നിന്നാകുന്നു ക്രമമായി പരിണമിച്ച് ധാതുക്കളിലൂടെ കടന്നുപോയി ഏറ്റവും സൂക്ഷ്മധാതുവായിട്ട് പുരുഷ ബീജം ഉണ്ടാകുന്നത്. ഏറ്റവും സൂക്ഷ്മധാതുവാണ് പുരുഷ ബീജം എന്നുള്ളതൊക്കെ നമ്മൾ ഓർമ്മിക്കുകയും നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുകയും ചെയ്യണേ. കാരണം പൊതുവെ ബ്രഹ്മചര്യം എന്നുള്ളതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത നമ്മുടെ സമൂഹം അമിതഭോഗങ്ങളിൽ ഏർപ്പെട്ട് ദുർബലന്മാരും നിസ്തേജന്മാരുമായി മാറുന്നുണ്ട്. പ്രായം കൊണ്ട് യുവാവായിരിക്കും, പക്ഷേ വൃദ്ധന്മാരായിരിക്കും. അതെ, പ്രായം കൊണ്ട് യുവാവ്, പക്ഷേ ജ്ഞാനം കൊണ്ട് വൃദ്ധൻ എന്നല്ല പറഞ്ഞേ. ജ്ഞാനം കൊണ്ട് വൃദ്ധനാണെങ്കിൽ സന്തോഷം. ഒരു ഉഷാറും ഇല്ലാണ്ട് അങ്ങനെ തേജസ്സും ഉണ്ടാവില്ല, ഓജസ്സും ഉണ്ടാവില്ല. അതിന് പ്രധാന കാരണക്കാർ അച്ഛനമ്മമാർ ചെറുപ്പത്തിലെ ഈ മഹത്വങ്ങൾ, ധാതുക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊന്നും കുട്ടികൾക്ക് നൽകാത്തതാണ്. രേതസ് അന്ത്യധാതുവാണെന്നും അത് ഏറ്റവും സൂക്ഷ്മമാണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. പറഞ്ഞു കൊടുത്തേ മതിയാവും. ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ നിശ്ചയമായിട്ടും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒരു പ്രാഥമികമായിട്ടുള്ള ധർമ്മശാസ്ത്ര ബോധം എല്ലാവർക്കും ഉണ്ടാവണം. നിശ്ചയമായും ഒരാൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ധർമ്മശാസ്ത്രവും കാമശാസ്ത്രവും പഠിച്ചിരിക്കണം. പലപ്പോഴും കാമശാസ്ത്രമൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഇതെന്തോ വികലമായ ചില ആശയങ്ങളാണെന്നൊരിക്കലുമല്ല. വളരെ ശാസ്ത്രീയമായി ധർമ്മത്തെയും കാമത്തെയും സമീപിക്കാനുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. ചിന്തിക്കുക. അതിരിക്കട്ടെ. അപ്പോൾ അന്നത്തിൻ്റെ അതിസൂക്ഷ്മാംശം യഥാക്രമം പരിണമിച്ച് രക്തം എന്നുള്ളതും കഴിഞ്ഞിട്ടാകുന്നു അന്ത്യധാതുവായ പുരുഷ ബീജം എന്നുള്ളത് വരുന്നത്. തദ്രേതഃ. ഈ വിഷയം സ്ത്രീയെ സംബന്ധിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ശാരീരികമായ ബ്രഹ്മചര്യം എന്നത് സ്ത്രീക്കില്ല. സ്ത്രീയുടെ ബ്രഹ്മചര്യം മാനസികമാണ്. അപ്പോൾ ബ്രഹ്മചര്യം പാലിക്കുന്ന സ്ത്രീകൾ ബ്രഹ്മചാരിണി എന്നൊക്കെ നമ്മൾ പറയുന്നതിന് വിരോധമില്ല. പക്ഷേ പുരുഷന് മാത്രമേ ശാരീരികമായ ബ്രഹ്മചര്യം ഉള്ളൂ. സ്ത്രീക്ക് ബ്രഹ്മചര്യം മാനസികവും ബൗദ്ധികവുമാണ്. എന്നൊരു പറയാം, സ്ത്രീക്ക് ബ്രഹ്മചര്യം മാനസികവും ബൗദ്ധികവുമാണ്. ശാരീരിക ബ്രഹ്മചര്യം പുരുഷന് മാത്രമേ ഉള്ളൂ. കാരണം വീര്യം എന്നുള്ളത്, വീര്യ സംരക്ഷണം എന്നുള്ളത്, വീര്യ സംരക്ഷണം ഓജോവൃത്തിയിലേക്ക് പരിണമിക്കുന്നത് പുരുഷനെ സംബന്ധിച്ചേ ഉള്ളൂ, സ്ത്രീയെ സംബന്ധിച്ചില്ല. ഇത്രയും കാലം സ്വാമി സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും വേണ്ട ശാസ്ത്രത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇപ്പം എന്താ അങ്ങനെ സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഉള്ളതുള്ള പോലെ പറയേണ്ടതാകുന്നു. ചിന്തിക്കുക. തസ്മാത്
അതിൽ നിന്ന് ഭാഷ്യകാരൻ പറയും യോഷിതി സിക്താത് എന്ന്. ഭാഷ്യകാരൻ അവിടെ വ്യക്തമായി പറഞ്ഞു തരും. തസ്മാത് എന്നുള്ളതിൻ്റെ അർത്ഥം യോഷിതി സിക്താത്, സ്ത്രീയിൽ സേചനം ചെയ്യപ്പെട്ട രേതസ്സിൽ നിന്നും, സ്ത്രീയിൽ സേചനം ചെയ്യപ്പെട്ട രേതസ്സിൽ നിന്നും ഇമാഹ പ്രജാഹ പ്രജായന്ത ഇതേ, ഈ പ്രജകൾ ജനിക്കുന്നു. ഇപ്പം എന്തായിരുന്നു ചോദ്യം? എവിടുന്നാണ് ഈ പ്രജകളൊക്കെ ജനിക്കുന്നത് എന്നായിരുന്നു. മറുപടിയായി എന്താ മറുപടി? പ്രജാകാമനായ പ്രജാപതി രയി പ്രാണൻ എന്നീ ഉഭയാത്മക ഭാവത്തെ സൃഷ്ടിച്ചു. ദ്രവ്യം, ഊർജം ഇവയുടെ ചേർച്ചയിൽ നിന്നാണ് സൃഷ്ടിജാലങ്ങൾ നടക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം രയും പ്രാണനും ചേർന്നതാണ്. സംവത്സരമായാലും മാസമായാലും ദിവസമായാലും അന്നമായാലും പുരുഷൻ്റെ രേതസ്സായാലും ഈ പറഞ്ഞ പ്രജാപതിയാണ്. രയി പ്രാണാത്മകത്വമുണ്ട്. ഇങ്ങനെ അനുക്രമമായി പരിണമിച്ചു വരുന്ന പ്രജാപതി അന്നത്തിലൂടെ പുരുഷരേതസ്സായി അത് സ്ത്രീയിൽ സേചനം ചെയ്യപ്പെടുമ്പോൾ ഈ പ്രജകളായിട്ട് രൂപപ്പെടുന്നു. എത്ര മഹത്വപൂർണമായൊരു ഉത്തരം നോക്കൂ. എന്ത് സുഖമുണ്ടായിരുന്നു തുടക്കത്തിൽ പറഞ്ഞാൽ അത് പടച്ചോ സങ്കല്പിച്ചിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് ഈ രൂപമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടതാ, കഴിഞ്ഞു. ചോദിച്ചാൽ പറഞ്ഞാൽ പോരെ, ഉത്തരം പറഞ്ഞാൽ പോരെ. ദൈവം മണ്ണെടുത്തിട്ട് അപ്പം ചോദ്യം, ദൈവത്തിന് എങ്ങനെ രൂപം കിട്ടി? അത് തൻ്റെ രൂപത്തിൽ. അപ്പോൾ തൻ്റെ രൂപം കാണണമെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ രൂപം കാണണമെങ്കിൽ കണ്ണാടി വേണം. അല്ലാണ്ട് ഞാനെങ്ങനെ എൻ്റെ രൂപം കാണണം? താഴോട്ടൊക്കെ കാണാം, പക്ഷെ മുഖം കാണണമെങ്കിൽ കണ്ണാടി വേണം, അല്ലാണ്ട് കാണില്ല. അപ്പം അക്കാലത്ത് കണ്ണാടി ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അതിനെ ആരുണ്ടാക്കി എന്ന് ചോദ്യം. ഇതൊക്കെ പ്രശ്നം വരുന്നതാ. ഇവിടെ അതല്ല. ഇവിടെ വ്യക്തമായി ദ്രവ്യമെന്നും ഊർജമെന്നും രണ്ട്, എല്ലാത്തിലും ഈ രണ്ടിനെ കാണുന്നു. അന്നത്തിലും കാണുന്നു. ആ അന്നം കഴിക്കുന്നതിലൂടെ പുരുഷൻ തേജസ്സുറ്റവനായി അവൻ്റെ അന്ത്യധാതുവായി രേതസ്, ആ ധാതുവും ഉഭയാത്മകമാണ്, രയി പ്രാണാത്മകമാണ്. അതിലൂടെ സന്താനം ഉണ്ടാവുന്നു. ഇതാണ് മറുപടി. ഇതെന്നെ പറയുള്ളൂ എന്ന് ചോദിച്ചാൽ ഇതാണ് ഉപനിഷത്തിൽ ഋഷി പറഞ്ഞത്. ഇതിന് ആയുർവേദജ്ഞനോട് ചോദിച്ചാൽ കുറച്ചും കൂടി വിശദമായി വേറെ രീതിയിൽ പറഞ്ഞു തരും. ഇതന്നെ കാമശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ കുറച്ചും കൂടി വിശദമായി വേറെ രീതിയിൽ പറഞ്ഞു തരും. ഇവിടെ ഉപനിഷത്തിൽ ഋഷി ഈ സമഗ്രമായ കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ശ്രദ്ധിക്കുക. തദ്യേഹ വൈ പ്രജാപതി വ്രതം ചരന്തി തേ മിഥുനമുത്പാദയന്തി തേഷാമേ വൈഷ ബ്രഹ്മലോകോ യേഷാം തപോ ബ്രഹ്മചര്യം യേഷു സത്യം പ്രതിഷ്ഠിതം. തത് യേഹ വൈ പ്രജാപതി വ്രതം ചരന്തി തേ മിഥുനമുത്പാദയന്തി തേഷാമേ വൈഷ ബ്രഹ്മലോകഃ യേഷാം തപോ ബ്രഹ്മചര്യം യേഷു സത്യം പ്രതിഷ്ഠിതം. തത് യേഹ വൈ പ്രജാപതി വ്രതം ചരന്തി, യാവരാണോ ഈ പ്രജാപതി വ്രതത്തെ ചരിക്കുന്നത്, അതൊരു വ്രതമാണ് പ്രജാപതി വ്രതം. പ്രജാപതി വ്രതം എന്ന് പറഞ്ഞാൽ സന്താനോൽപാദനാർത്ഥം ഉചിതമായ തിഥിയിൽ, അതായത് നിഷിദ്ധമായ തിഥി ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ രാത്രിയിൽ, ബാക്കിയെല്ലാം ചേർത്ത് മനസ്സിലായിക്കൊള്ളാം, സാഭിലാഷയായ ഋതുസ്നാനാനന്തരം വരുന്ന ധർമ്മപത്നിയെ പ്രാപിക്കുക എന്നുള്ളതാണ് പ്രജാപതി വ്രതം. വ്രതത്തിൻ്റെ പേരാണ് പ്രജാപതി വ്രതം. അപ്പം യാവരാണോ പ്രജാപതി വ്രതത്തെ ചരിക്കുന്നത്, ഇവിടെ സന്താനോൽപാദനമൊക്കെ വലിയ